തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും യുഡിഎഫിന് കീറാമുട്ടിയായി സീറ്റ് വിഭജനം. കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി നടന്ന സീറ്റ് ചർച്ചയിൽ ഇനിയും തീരുമാനമായില്ല. ഇടുക്കി സീറ്റിൽ പി ജെ ജോസഫ് വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് സൂചന. കോൺഗ്രസ് മുസ്ലിം ലീഗ് ചർച്ചകളിലും ധാരണയിലെത്താൻ കഴിയാത്തതിനാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇടത് സ്ഥാനാർത്ഥികൾ കളം നിറയുമ്പോൾ യുഡിഎഫിന് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയാത്തതിൽ അണികളും അമർഷത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു മണിക്കൂർ തികയും മുൻപേ ഇടത് സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനിറങ്ങിയെങ്കിലും യുഡിഎഫിൽ സീറ്റ് വിഭജനം ഇനിയും പൂർത്തിയായിട്ടില്ല. കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുസ്ലിം ലീഗ് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അന്തിമ ധാരണയിലെത്താൻ കഴിഞ്ഞില്ല. ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഇടുക്കിയും ഏറ്റുമാനൂരും വേണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ജോസഫ് വിഭാഗത്തെ അറിയിക്കുകയും ചെയ്തു. പകരം പൂഞ്ഞാർ നൽകാനാണ് ആലോചന. എന്നാൽ നിലവിലെ 10 സീറ്റുകളും കോൺഗ്രസുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടെന്ന് പി ജെ ജോസഫ് പറഞ്ഞു. പൂഞ്ഞാറിൽ സംഘടനാ സംവിധാനം ഇല്ലെന്നും ഏറ്റുമാനൂർ വിട്ടു നൽകില്ലെന്നും ജോസഫ് വിഭാഗം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. വിജയസാധ്യതയുള്ള 2 സീറ്റുകൾ എടുക്കുന്നത് മര്യാദയല്ലെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. ഇടുക്കി സീറ്റിൽ പി ജെ ജോസഫ് വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് സൂചന. പ്രയാസമുണ്ട്. പിന്നെ മുന്നണിയായതുകൊണ്ട് ചർച്ചയിൽ നാളെ അവസാനമായിട്ട് പറയാം. അതേസമയം കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കുകയാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനും സീറ്റ് മാറ്റത്തിലെ കോൺഗ്രസ് നിർദ്ദേശം ചർച്ച ചെയ്യാനുമായി മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി മലപ്പുറത്ത് ചേരുകയാണ്. 27 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ലീഗിൽ 17 ഇടത്ത് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിലേറെ പേരുള്ള മണ്ഡലങ്ങളിൽ അന്തിമ ധാരണയിലെത്താനുണ്ട്. ഏതെല്ലാം വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണം എന്നതിലും ഇന്ന് തീരുമാനമാകും. തിരുവമ്പാടി സീറ്റ് ലീഗ് വിട്ടു നൽകാൻ തയ്യാറെങ്കിലും പകരം നൽകേണ്ട പട്ടാമ്പി സീറ്റിൽ കോൺഗ്രസ് അനുകൂല നിലപാടല്ല സ്വീകരിച്ചത്. അതുകൊണ്ട് തിരുവമ്പാടി മാത്രം വിട്ടു നൽകേണ്ടതുണ്ടോ എന്നും യോഗം ചർച്ച ചെയ്യും. ഞങ്ങളെ സീറ്റ് ചർച്ച പൂർത്തിയാക്കി അതൊക്കെ റിപ്പോർട്ട് ചെയ്തു. അത് വെച്ചിട്ട് ഇന്ന് നേതാക്കന്മാരൊക്കെ തങ്ങൾ കാണുകയാണ്. അപ്പോൾ ഒറ്റക്കും കൂട്ടായൊക്കെ തങ്ങൾ നടത്തുന്ന ചർച്ചയാണെന്ന്. ആ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞാൽ സമയം നിശ്ചയിച്ച് നിങ്ങളോട് പറയാം. ഇന്നോ നാളെയോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പ്രചാരണത്തിന്റെ ആദ്യ ലാപ്പിൽ പിന്നിലാകുമെന്ന ആശങ്ക നേതാക്കൾക്കും അണികൾക്കും ഒരുപോലെയുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് യുഡിഎഫ് നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.